ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ ഒരു ക്ലീനിങ് റുട്ടീൻ, ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ ക്ലീനിങ് റുട്ടീനെക്കുറിച്ച്, ക്ലീനിങ് സ്കെഡ്യൂളിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സ്കെഡ്യൂൾ അനുസരിച്ച് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ലിവിങ് റൂം ഡീപ്പ് ക്ലീൻ വരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ നമ്മുടെ മുറ്റടി പരിപാടികളൊക്കെ കുറച്ച് ദിവസമായിട്ട് പെൻഡിങ് ആയിരുന്നു. കാരണം നമുക്ക് കണ്ണിന് പ്രശ്നമായതുകൊണ്ട് തലയൊക്കെ കുനിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ക്ലീനിങ് അങ്ങനെ മാറ്റി വെച്ചേക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ ഓക്കെ ആയിട്ടോ, നമ്മുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയി. മക്കൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ ലിവിങ് റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് റൂമിൽ വന്നിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ടേബിളുണ്ട്, അതുപോലെ തന്നെ 3 തട്ടുള്ള ഇതുപോലൊരു ടേബിളുണ്ട്, പിന്നെ ഒരു ബുക്കൊക്കെ വെക്കുന്ന ഒരു അലമാര, അതുപോലെ ഒരു സെറ്റി, പിന്നെ ഒരു 2 സെറ്റിയുണ്ട്, അതുപോലെ തന്നെ 2 ചെയറും ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് പൊടി തട്ടണം, അതുപോലെ തന്നെ ചുക്കിലിയൊക്കെ ഒന്ന് തൂക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് എല്ലാ കാര്യങ്ങളും ഒന്ന് ഒതുക്കി വെക്കണം. സാധനങ്ങളൊക്കെ അലങ്കോലമായി കിടക്കുന്നത് ഒന്ന് ഒതുക്കി വെക്കണം. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റണം. പിന്നെ ഇതിൻ്റെ കുഷ്യൻ്റെയും അതുപോലെ തന്നെയുള്ള നമ്മുടെ സെറ്റിയുടെയും സോഫയുടെയൊക്കെ ഇത് ഷീറ്റ് ഒന്ന് കഴുകണം. പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതൊക്കെയാണല്ലോ നമ്മുടെ ഡീപ്പ് ക്ലീനിങ്ങും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പം നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സമയം വേണമല്ലോ. അപ്പോൾ സമയം എടുക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലെ മറ്റുള്ള പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് ഫ്രീ മൈൻഡോട് കൂടി തന്നെ വേണം നമ്മൾ ഈ ക്ലീനിങ്ങിന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മുന്നമേ പ്ലാൻ ഉണ്ടായിരുന്നു, ഇന്നലെ തന്നെ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഇന്നിപ്പം ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തലേദിവസം തന്നെ വേഗം നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ഈ അടിയിലത്തെ തട്ടിലിരിക്കുന്ന ഐറ്റംസൊക്കെ ഞാൻ ആദ്യം ഒന്ന് മാറ്റിയിട്ടോ, അതിന് ശേഷം അവിടെ ഡീറ്റെയിൽ ആയിട്ട് പൊടിയൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പം എന്നിട്ട് അതൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ആ എടുത്ത സാധനങ്ങൾ ഒന്ന് ഒതുക്കി തിരിച്ച് വെക്കുകയാണ്. മോളുടെ ബുക്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം അങ്ങോട്ട് എടുത്ത് മാറ്റിയില്ല. കാരണം അവൾ വന്ന് അന്വേഷിക്കുന്നത് ഇവിടെയായിരിക്കും. എനിക്കിത് വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയാണെന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവത്തില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ അവളുടെ ഐറ്റംസ് ഒന്നും മാറ്റൂല കേട്ടോ. ചെറിയ ആളുടെ ഐറ്റംസ് മാറ്റിയാലും ചെറിയ ആൾ അത്രയും ഉടക്കുണ്ടാക്കില്ല. പക്ഷേ വലിയ ആളുടെ ഐറ്റംസൊക്കെ മാറ്റി കഴിഞ്ഞാൽ നോക്കിയിട്ട് കണ്ടില്ലേ ഉടക്കുണ്ടാക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ തട്ടിലെ സാധനങ്ങളൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അതും ഒന്ന് പൊടി തുടച്ചു. അതിന് ശേഷം അതും ഒന്ന് അതുപോലെ തന്നെ തിരിച്ച് വെക്കുകയാണ്. അതുപോലെ തന്നെയല്ല, ഒന്ന് ഒതുക്കിയിട്ട് തിരിച്ച് വെക്കുകയാണ്. ഒന്ന് അടുക്കി പറക്കി വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞു സാധനങ്ങൾ ഒതുക്കാനാണ് നമുക്കത് നല്ല ബുദ്ധിമുട്ട്. നമ്മുടെ വീട്ടിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളപ്പോൾ നമുക്കറിയാമല്ലോ, അവർ കുറേ കുഞ്ഞു സാധനങ്ങളുണ്ടാവും. മുത്ത്, ക്ലിപ്പ്, പിന്നെ കണ്ണി കാണുന്ന ഐറ്റംസൊക്കെ, കല്ല് മുതൽ എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുമ്പോഴത്തേനും നമുക്കത് ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അവരുടെ ബാക്കിയുള്ള സാധനങ്ങൾക്ക് പിന്നാണെങ്കിൽ പോലും നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഈ കുഞ്ഞു സാധനങ്ങൾ നമ്മൾ എവിടെ ഓർഗനൈസ് ചെയ്യുമല്ലേ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ സത്യം പറഞ്ഞാൽ എനിക്കുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓർഗനൈസ് ഒന്നും ചെയ്യാൻ പോയില്ല. ഒരു കുഞ്ഞ് ബോക്സ് ഒരു ഗ്ലാസിൻ്റെ കിട്ടി, അതിനകത്ത് ഇട്ട് വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേബിൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ടേബിളാണുള്ളത്. കമ്പ്യൂട്ടർ ടേബിളിൻ്റെ മേലേക്ക് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താ പറയുക, ഈ എവിടെയെങ്കിലും ഒരു ടേബിൾ കണ്ടാൽ ആ ടേബിളിൻ്റെ പുറകെ എപ്പോഴും ഇങ്ങനെ ക്ലട്ടേഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയി മാറുകയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റി, എല്ലാത്തിൻ്റെ സ്ഥാനത്തും ഒന്ന് മാറ്റി വെച്ചിട്ട് എല്ലായിടും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തുടച്ചെടുക്കുകയാണ്. നമ്മുടെ ഈ വയർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ CPU, UPS, എല്ലാ സാധനങ്ങളും, സ്പീക്കർ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ആയുധം എന്ന് പറയുന്ന ഈ ഒരു പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷില്ലേ, ഇത് പെയിൻറ്റ് ചെയ്യുന്നതല്ല, ഇതൊരു ക്ലീനിങ് പർപ്പസിന് വേണ്ടി മാത്രം മേടിച്ചാൽ കേട്ടോ. അപ്പോൾ മേടിച്ചത് ഇത് പെയിൻറ്റ് ചെയ്യാനാണ്. പക്ഷേ ഇത് ബാലൻസ് വന്നപ്പോൾ ഞാനത് എടുത്തു. അപ്പോൾ എല്ലാ ക്ലീനിങ്ങിനും ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കീപാഡ് ക്ലീൻ ചെയ്യൽ, അതുപോലെയുള്ള എല്ലാ ക്ലീനിങ്ങും പൊടി തട്ടലും ഒക്കെ ഞാൻ ഇതും കൊണ്ടാട്ടോ. എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ബ്രഷ് എന്തെങ്കിലും മേടിക്കണമെന്ന്, പക്ഷേ ഇപ്പോൾ ഇല്ല. അപ്പം ഇവിടെ എന്ന് പറയുന്നത് എനിക്ക് ഹാൻഡി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെക്കണം. എൻ്റെ സൈക്കോളജിയുടെ ബുക്ക്, ഞാൻ പഠിക്കുന്ന ടെക്സ്റ്റ്, അതുപോലെ തന്നെ ഒരു ഡയറി ഉണ്ടാവും കേട്ടോ. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതാൻ പെട്ടെന്ന് ഓർമ്മ വന്നു കഴിഞ്ഞാൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഡയറി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പേന ഉണ്ടാവും.
ഉണ്ടാവും. പിന്നെ മോൻ്റെ ഒരു ഇതാണ് കേട്ടോ, കളിക്കുന്നൊരു ടോയാണ്, അതും അവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. സെറ്റിയുടെ ബാക്കിൽ ഒരു പല്ലി സ്ഥിരതാമസമുണ്ട്. ഇപ്പോൾ സെറ്റി മാറ്റിയാലും സ്ഥിരതാമസമാണ് കേട്ടോ. പുള്ളി ഓടിപ്പോവും, വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ വരും. അപ്പോൾ സെറ്റി ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ചുക്കിലേക്കൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ചുക്കിലെല്ലാം ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മളിതാ ഈ ഒരു കുഷ്യൻ്റെ കവറും എല്ലാം മാറ്റി ഒന്ന് വാഷിംഗ് മെഷീനിലിടണം കഴുകാനായിട്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ അതും അതിൻ്റെ കുഷ്യനും അതെല്ലാം മാറ്റി ഇനിയിപ്പം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുള്ളൂ. പൊടിയെല്ലാം ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൊടി അങ്ങോട്ട് നല്ലോണം ഉണ്ട്. അപ്പോൾ അത് പറന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയി തങ്ങി നിൽക്കൂലേ, അതുകൊണ്ട് ഞാൻ നനച്ച തുണി വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വീട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഡെഡിക്കേഷൻ വേണം അല്ലേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക, അതുപോലെ കുക്ക് ചെയ്യുക, മക്കളുടെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളൊരു ജോലി തന്നെയാണ് ഈ വീട്ടമ്മ എന്ന് പറയുന്ന ആ ഒരു ജോലി. ഒപ്പം തന്നെ എന്താ പറയുക, വർക്കും കൂടെ ചെയ്യണം, പിന്നെ പഠിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതെല്ലാം കൂടി നമ്മളങ്ങനെ മാനേജ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഭയങ്കര മടി വരാറുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്, സത്യം പറഞ്ഞാൽ. അപ്പോൾ ക്ലീൻ ചെയ്യാൻ മടി വരുന്ന സമയത്ത് അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ക്ലീനിങ് സ്കെഡ്യൂൾ ഉണ്ടാക്കിയത്. മാത്രമല്ല, ആ ക്ലീനിങ് സ്കെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. അതാണ് മെയിൻ കാര്യം. പിന്നെയെന്ന് പറയുന്നത് ഇങ്ങനെ മടി വരുന്ന ഒരു സമയമുണ്ട്. സത്യമായിട്ടും മടി വരും കേട്ടോ. മടി വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മടി വരുന്നൊരു സമയത്ത് ഞാനൊരു തുടക്കം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വലിച്ച് വാരിയിടും കേട്ടോ, ഒന്ന് അലങ്കോലാക്കും. അപ്പോൾ അലങ്കോലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതാ നമ്മുടെ സെറ്റിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ തന്നെ നെറ്റ് ക്ലീൻ ചെയ്യാനുണ്ട്. ഈ നെറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. പിന്നെ നമ്മുടെ ജനലും ഒന്ന് തുടച്ചെടുത്തു. ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് ബുക്ക് ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ മേൽഭാഗത്ത് നല്ല പോലെ പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അടിച്ചു വാരിയിലോട്ട് ഇങ്ങനെ അടിച്ചിട്ട് വാരി ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പം ഈ ഒരു ഗ്ലാസിൻ്റെ അകത്തും പുറത്തും നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഉണ്ടക്കുപ്പിക്കകത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ, വെള്ളമാണ്, വെറുതെ വെള്ളം മാത്രമാണ്. അപ്പോൾ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക, നല്ല തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം ഒന്ന് വാക്യൂം ചെയ്തെടുക്കുകയാണ്. ഈ വലിയ വലിയ പൊടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ വാക്യൂം ക്ലീനർ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സഹായിയാണ് വാക്യൂം ക്ലീനർ. അപ്പോൾ വാക്യൂം ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ഞാൻ അടിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷേ ഈ വാക്യൂം ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പൊടിയൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിന്നെ അടിച്ച് വരുമ്പോൾ അത്ര ഒരു പൊടി അങ്ങോട്ട് പറക്കൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു മടുപ്പാണ്. ഈ എന്താ പറയുക, നമുക്ക് നമ്മുടെ പിള്ളേരും ഹസ്ബൻഡും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മുഷിച്ചിലും മടുപ്പും ഒക്കെ തോന്നും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മറികടക്കുക, നമുക്കും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ കാണുന്നു, അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയത് കേട്ടോ. ഒത്തിരി ഫ്രണ്ട്സ് നമുക്ക് ഈ ചാനലിൽ കൂടെ കിട്ടി. ഞാൻ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന എല്ലാവരുടെ വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. അതെല്ലാവർക്കും ഒരു സന്തോഷവും. പിന്നെ ഈ വീട്ടമ്മമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും എനിക്കിപ്പോൾ ഒരു വർക്കുണ്ട്, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ജോലി ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം അവർക്കും ഒരു ഏണിങ്സിന് വേണ്ടി തന്നെ ആയിരിക്കില്ല അവർ ചാനൽ തുടങ്ങിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളെ പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇനിയിപ്പം ഒന്ന് തുടച്ചും കൂടി എടുത്തതിന് ശേഷം നമ്മുടെ ക്ലീനിങ് അവസാനിപ്പിക്കാം കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ അടിച്ചു വാരുകയൊക്കെ ചെയ്തായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഫാനും തുടച്ചായിരുന്നു കേട്ടോ. അപ്പോൾ തുടക്കം കിട്ടാൻ വേണ്ടി ഫാനാണ് ആദ്യം ക്ലീൻ ചെയ്തത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങൊക്കെ അവസാനിച്ചു. അങ്ങനെ വീട് വലിയ പ്രശ്നമില്ലാണ്ട് ഈ ഒരു റൂം നമുക്കൊന്ന് ഒതുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണ്, നിങ്ങൾക്ക് വ്ളോഗൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ്, അതുപോലെ പേരൻറ്റിങ് ടിപ്സ് അങ്ങനത്തെയൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക കേട്ടോ. ബൈ, ടേക്ക് കെയർ.